യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ കൊൽക്കത്തയിൽ വീണ്ടും സംഘർഷം. സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയവരാണ് പ്രതിഷേധിച്ചത്. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. അതേസമയം കൊൽക്കത്തയിലെ RG കർ ആശുപത്രിയിൽ ഡോക്ടറെ മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തു. देखिए, एक तो आप जानते हैं कि सीजन का पहला डर्बी था ईस्ट बंगाल और मोहन बगान, और इसमें आज जितने पुलिस इस मैच को रोकने के लिए दिया गया था, और जो मैच देखने के लिए जितने सपोर्टर्स आए हुए थे उनको अरेस्ट करने के लिए जितने बंगाल के पुलिस को लगाया गया, उसके आधा पुलिस भी दिया जाता तो भी आज ये मैच हो पाता। तो आज वो आधा पुलिस दिया जाता। जितना पुलिस आज दिया है इस मैच को रोकने के लिए, जितना पुलिस आज दिया गया है इस मैच के डिमांड के लिए, जो आए हुए फैन को, सपोर्टर्स को अरेस्ट करने के लिए, उससे आधा पुलिस देता तो मैं समझता कि यहाँ आज ईस्ट बंगाल मोहन बगान मैच हो पाता। मैं समझता हूँ कि फुटबॉल के लिए बहुत ही निंदा की बात है ये, और मैं इसकी कठोर निंदा करता हूँ। കൂടുതൽ വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, യുവ ഡോക്ടർ മാനഭംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ രാജ്യമെങ്ങും വലിയ രീതിയിലുള്ള പ്രതിഷേധം അലയടിക്കുമ്പോഴാണ് ഇന്ന് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ കളി കാണാനെത്തിയവരും പ്രതിഷേധിച്ചത്. ഇതിൽ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടലും ഉണ്ടായി. ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രോഹിണി, കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഇന്ന് മോഹൻ ബഗാൻ അതോടൊപ്പം തന്നെ ഈസ്റ്റ് ബംഗാൾ മത്സരമാണ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ കൊൽക്കത്ത നഗരത്തിലാകെ മമതാ സർക്കാരിനെതിരെ വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. RG കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം കൊൽക്കത്തയിലെന്നല്ല രാജ്യത്തെല്ലാ നഗരങ്ങളിലും അലയടിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്നത്തെ മത്സരം സർക്കാർ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ മത്സരം കാണാനെത്തിയ ഇരു ക്ലബ്ബുകളുടെയും ഫാൻസ് സംയുക്തമായി ഈ ആരോഗ്യ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന്റെ പുറത്ത് പ്രതിഷേധിക്കാൻ തുടങ്ങി. ആ പ്രതിഷേധമാണ് പിന്നീട് പോലീസുമായുള്ള സംഘർഷത്തിലേക്ക് എത്തിയത്. പോലീസ് ഈ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശിയതോടുകൂടി പ്രതിഷേധക്കാർ തിരിച്ചും പോലീസിന് നേരെയും കല്ലേറ് നടത്തി. അതോടുകൂടി വ്യാപക സംഘർഷം ഈ സ്റ്റേഡിയത്തിന് പുറത്ത് നടക്കുകയാണ്. എന്തായാലും ഇപ്പോൾ അല്പമൊന്ന് സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. എങ്കിലും പ്രതിഷേധക്കാർ പൂർണ്ണമായി തന്നെ ഈ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന്റെ പരിസരം വിട്ടുപോയിട്ടില്ല. രണ്ട് ക്ലബ്ബുകളുടെയും ഫാൻസ് സംയുക്തമായി നിന്ന് മമതാ ബാനർജിക്കെതിരെ പ്രതിഷേധിക്കുന്നുവെന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത്. രോഹിണി. അതെ ഗൗതം, അതോടൊപ്പം നമുക്കറിയാം ഇക്കാര്യത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി. രോഹിണി, ബംഗാൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന അനാസ്ഥ അല്ലെങ്കിൽ ഈ വിഷയത്തിന് കാര്യമായ ഗൗരവം നൽകാതെയുള്ള അന്വേഷണം, ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലും ഒപ്പം വലിയ ദുരൂഹത. കാരണം ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്നതിന്റെ അടിസ്ഥാനം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ദുരൂഹതയാണ്. ഇത്തരം വിവിധ വിഷയങ്ങളും ഒപ്പം ആശുപത്രികൾ അടച്ചുപൂട്ടി വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യത്തിലാണ് രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ സുപ്രീം കോടതി കേസെടുത്തിരിക്കുകയാണ്. ഈ കൊൽക്കത്തയിൽ പെൺകുട്ടി കൊല്ലപ്പെട്ട സംഭവത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10:30 ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് ഈ നിർണായകമായ കേസ് പരിഗണിക്കും. നേരത്തെ കൊൽക്കത്ത ഹൈക്കോടതിയും മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം കൈക്കൊണ്ടത് ഈ കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറി എന്നുള്ളതായിരുന്നു. കൊൽക്കത്ത പോലീസിന്റെ അന്വേഷണം ശരിയായ ദിശയിലല്ല എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് മമതാ സർക്കാരിന് കനത്ത പ്രഹരമായി കേന്ദ്ര ഏജൻസിയായ CBIയെ കൊൽക്കത്ത ഹൈക്കോടതി കേസ് ഏൽപ്പിച്ചത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്.